പുത്തൻ പുലരിയിൽ ഇനി ന്യൂസ് അജണ്ടയാണ്. നമ്മുടെ ലേഖകർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങൾ അണിനിരന്നിട്ടുണ്ട്. ഇന്നത്തെ ദിവസം 10 മണി മുതൽ എന്തൊക്കെയാണ് പ്രധാന വാർത്തകളുമായി അവർ തുടർന്ന് ചേരുക എന്നുള്ളതാണ് ന്യൂസ് അജണ്ടയുടെ പ്രധാന ഉദ്ദേശം. നമുക്കൊപ്പം ചേരുന്നത് ഡൽഹിയിൽ നിന്ന് ഗൗതം അനന്തനാരായണൻ, തിരുവനന്തപുരത്ത് നിന്ന് എസ് ശാലിനി, കോഴിക്കോട് നിന്ന് ദിസ്ന, കൊച്ചിയിൽ നിന്ന് രേഷ്മ. നേരെ ഡൽഹിയിലേക്ക്. ഗൗതം, ഇന്ന് പ്രതീക്ഷിക്കാവുന്ന പ്രധാന വാർത്തകൾ എന്തൊക്കെയാണ് ഡൽഹിയിൽ നിന്ന്? ഇന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഇന്നിപ്പോൾ രാവിലെ ഉത്തർപ്രദേശിലേക്ക് യാത്ര നടത്തുന്നുണ്ട്. രാവിലെ അലിഗഡിലെത്തി ഈ ഹത്രാസിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ കാണുകയും അതിനുശേഷം പിന്നീട് ഈ ദുരന്തം നടന്ന ഹത്രാസിലേക്ക് തന്നെ രാഹുൽ പോകുന്നു. രാഹുലിനൊപ്പം ഉത്തർപ്രദേശിന്റെ മുൻ മുഖ്യമന്ത്രിയും സമാജ്വാദി പാർട്ടിയുടെ നേതാവായ അഖിലേഷ് യാദവുമുണ്ട്. ഒരു ഭാഗത്ത് ഇത്തരത്തിൽ ഇതൊരു രാഷ്ട്രീയ ആയുധമായി തന്നെ പ്രതിപക്ഷം ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നു എന്നതിന്റെ സൂചനയായിട്ടാണ് രാഹുലിന്റെ ഇന്നത്തെ ഈ ഒരു പോക്കിനെ നോക്കിക്കാണേണ്ടത്. ഒപ്പം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം തിരികെ വന്നതുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ അത് ഇന്നലെ അർദ്ധരാത്രി വരെ മുംബൈയിൽ നീണ്ടു നിൽക്കുന്നതായിരുന്നു. ഇന്നും ആഘോഷങ്ങൾ മുംബൈയുടെയും അതോടൊപ്പം തന്നെ ഈ ക്രിക്കറ്റ് താരങ്ങളുടെയും അവരുടെ സ്വന്തം നാടുകളിലേക്ക് ഇന്നലെ വരെ അവർ ഒരുമിച്ച് ആദ്യം ഡൽഹിയിലെത്തി, അതിനുശേഷം നമ്മൾ കണ്ടതാണ് പിന്നീട് മുംബൈയിൽ എത്തുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇനിയും ഇവർ ഓരോരുത്തരായി സ്വന്തം നാടുകളിലേക്ക് മടങ്ങിയെത്തുന്നു. അവർക്ക് സ്വന്തം ഗ്രാമങ്ങളിലും അവരുടെ വീടുകളിലും ഒക്കെ നൽകുന്ന ആഘോഷങ്ങളും പരിപാടികളും അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളും നമുക്ക് വരുന്ന മണിക്കൂറുകളിൽ പ്രതീക്ഷിക്കാം. ശരി, ഗൗതം ആണ് ഡൽഹിയിൽ നിന്നുള്ള ന്യൂസ് അജണ്ട പറഞ്ഞത്. നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോവാം. ശാലിനി, എന്താണ് തലസ്ഥാനത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നത്? പ്രദീപ്, അനു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വളരെ സജീവമായൊരു വാർത്താ ദിനമാണ് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നുള്ളത്. നിയമസഭാ സമ്മേളനങ്ങൾ തുടരുകയാണ്. കൃത്യം 9 മണിക്ക് തന്നെ നിയമസഭയിൽ ചോദ്യോത്തരവേളയോടുകൂടി സഭാ സമ്മേളനം ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് സ്വകാര്യ ബില്ലുകൾ അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരികയും ബില്ല് പാസാക്കൽ ഉൾപ്പെടെയുള്ള നടപടികളാണ് സഭയിൽ നടക്കാൻ പോകുന്നത്. രാവിലെ 11 മണിക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയുടെ നിർണായകമായൊരു നടപടിയിലേക്ക് ഇന്ന് കടക്കാൻ പോകുന്നത്. 2017 നടന്ന ആസ്ട്രൽ പ്രൊജക്ഷനിലൂടെ മനുഷ്യന്റെ ആത്മാവിനെ മോചിപ്പിക്കുന്ന രീതിയിൽ കേഥൽ ജിൻസൺ ജോൺ എന്ന് പറയുന്ന വ്യക്തി നടത്തിയ കൂട്ടക്കൊലപാതകം, ആ കൂട്ടക്കൊലപാതകത്തിൽ ഇന്ന് കേസുമായി ബന്ധപ്പെട്ട കുറ്റപത്രം ഇന്ന് കോടതിയിൽ വായിപ്പിച്ച് കേൾപ്പിക്കുകയാണ് കേഥലിനെ. രാവിലെ 11 മണിയോടുകൂടിയാണ് തിരുവനന്തപുരത്ത് ആ ഒരു നടപടി കോടതിയിൽ നടക്കാൻ പോകുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായി ഇന്ന് തലസ്ഥാനത്ത് നിന്നുള്ളത്. തൊട്ടു പിന്നാലെ തന്നെ 3 മണിക്ക് വിഴിഞ്ഞം സംഘാടക സമിതിയുടെ ഒരു യോഗം ചേരുന്നുണ്ട്. മദർഷിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ അടുത്ത ആഴ്ചയോടുകൂടി തലസ്ഥാനത്തേക്ക് എത്താൻ ഒരുങ്ങുമ്പോൾ ആ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട നിർണായക നടപടികൾ, ഒപ്പം തന്നെ ഏത് സ്റ്റേജിലേക്കാണ് ഈ നടപടികൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത്, എന്തൊക്കെ നടപടികൾ ഇനി ഈ മദർഷിപ്പിന്റെ വരവുമായി ബന്ധപ്പെട്ട് നടത്താനുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണെന്ന് സംഘാടക സമിതിയുടെ യോഗം ചേരുന്നത്. ഉച്ചയ്ക്ക് 3 മണിയോടുകൂടിയാണ് യോഗം ഇന്ന് തലസ്ഥാനത്ത് ചേരുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 4 മണിക്ക് കെ കരുണാകരന്റെ ജന്മദിന ആഘോഷങ്ങൾ ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട്. കെ സുധാകരൻ അടക്കമുള്ളവർ ഇവിടെ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിലടക്കമുള്ള വിഷയങ്ങൾ കെ സുധാകരൻ അടക്കമുള്ളവർ ഒരുപക്ഷെ മാധ്യമങ്ങളോട് പ്രതികരിക്കാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ കൂടുപാത്രം എന്ന രീതിയിൽ ചില വാർത്തകളും റിപ്പോർട്ടുകളും ഒക്കെ തന്നെ വന്ന സാഹചര്യത്തിൽ കെ സുധാകരന്റെ ഒരു പ്രതികരണം ഇന്ന് പ്രതീക്ഷിക്കുകയാണ്. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ജനൻ ടിവിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ളത് KCA നടന്ന ക്രിക്കറ്റ് പരിശീലനത്തിനിടയിൽ നടന്ന ഒരു പീഡനം, ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട ചില പരാതികൾ ഇതൊക്കെയാണ്. മനു എന്ന് പറയുന്ന പരിശീലനക്കെതിരെയായിട്ടുള്ള പരാതിയിൽ പോലീസ് കേസെടുത്ത് ഇന്നലെ മനുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് നടപടികൾ ഉൾപ്പെടെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതൽ രക്ഷകർത്താക്കളും ഒപ്പം തന്നെ ഈ ക്രിക്കറ്റ് പരിശീലനത്തിനെത്തിയ പെൺകുട്ടികളുടെ അടക്കമുള്ളവരുടെ പരാതികൾ ഉയർന്നു വരുന്നുണ്ട്. ഇതിലും കൂടുതൽ അപ്ഡേഷൻ തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് വരും മണിക്കൂറിൽ പ്രതീക്ഷിക്കാം. കൂടുതൽ രക്ഷകർത്താക്കൾ ഉൾപ്പെടെ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായി വരികയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ മനുവിനെതിരായിട്ടുള്ള കൂടുതൽ തെളിവുകളടക്കം വരും മണിക്കൂറിൽ പുറത്തു വരുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. KCA അടക്കം ഔദ്യോഗിക പ്രതികരണം കൂടി വരും മണിക്കൂറിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രദീപ്, ഇതൊക്കെയാണ് തലസ്ഥാന ജില്ലയെ സംബന്ധിച്ചിടത്തോളമുള്ള വരും മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകൾ. ശരി ശാലിനി, വളരെ ഞെട്ടിക്കുന്ന വാർത്തയാണ് ശാലിനി കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകുന്നേരം മുതൽ പുറത്തുവിടുന്നത്. സ്പോർട്സ് പരിശീലനത്തിന് പോകുന്ന ചെറിയ പെൺകുട്ടികൾക്ക് പോലും രക്ഷയില്ല എന്നുള്ളൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ശാലിനിയും ഡെസ്കും ശ്രദ്ധിക്കേണ്ടത് ഈ പരാതിക്കാർ അല്ലെങ്കിൽ ഇവരെ ഇരകളെന്നൊന്നും വിളിക്കാനൊന്നും പാടില്ല. ഇവരുടെയൊക്കെ സ്വകാര്യത, ഇവരുടെ ഒരു തരത്തിലുള്ള വിശദവിവരങ്ങൾ പുറത്തു പോകാതെ സംരക്ഷിക്കണം. ഒരു കെണിയിൽ പെട്ടുപോയതിൻ്റെ പേരിൽ അവർക്ക് അവരുടെ ജീവിതത്തെ ബാധിക്കാതെ നോക്കണം എന്ന് ഉറപ്പുവരുത്തണം. ശാലിനി, ഇതിന്റെ തുടർ വിവരങ്ങൾ എന്തായാലും പ്രതീക്ഷിക്കുന്നു. വളരെയധികം നന്ദി. നമുക്ക് കൊച്ചിയിലേക്ക് പോകാം. രേഷ്മ, ഹൈക്കോടതിയിൽ പ്രധാനപ്പെട്ട
വാർത്തകൾ എന്താണ് ഉള്ളത്, മറ്റ് എന്ത് വാർത്തകളാണ് കൊച്ചിയിൽ നിന്നും കൊച്ചി റീജിയനിൽ നിന്നും പ്രധാനമായി പ്രതീക്ഷിക്കുന്നത്? രേഷ്മ, ഗുഡ് മോർണിംഗ്. പ്രദീപ്, നിരവധി വാർത്തകളാണ് വരും മണിക്കൂറുകളിൽ കൊച്ചിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഈ നിമിഷം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാനിപ്പോൾ നിൽക്കുന്നത് ചെല്ലാനം ഭാഗത്താണ്. ചെല്ലാനം കണ്ണമാലി ഭാഗത്താണ്. ഇവിടെ ഫോർട്ട് കൊച്ചി ആലപ്പുഴ സംസ്ഥാന പാത നിലവിൽ തീരദേശവാസികൾ ഉപരോധിക്കുകയാണ്. കടൽ കയറ്റ പ്രശ്നത്തിൽ സർക്കാർ അനാസ്ഥ കാട്ടുന്നുവെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഉപരോധ സമരം. വരും മണിക്കൂറുകളിൽ ഈ ഉപരോധ സമരം കടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്കായിരിക്കും ജനകീയ സമരസമിതി മുന്നോട്ട് പോവുക. അതോടൊപ്പം തന്നെ നേരത്തെ പ്രദീപ് സൂചിപ്പിച്ചതുപോലെ ഹൈക്കോടതിയിൽ നിന്നും നിരവധി വാർത്തകൾ 10 മണിക്ക് ശേഷം പ്രതീക്ഷിക്കുന്നുണ്ട്. അതിലൊന്ന് മൂന്നാർ കയ്യേറ്റവുമായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ്. ഇടുക്കിയിൽ പട്ടയ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് വ്യാജ പട്ടയങ്ങളുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരുടെ പങ്ക് അത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിന് വേണ്ടിയിട്ട് പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായിട്ട് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസം തന്നെ ഹൈക്കോടതിയിൽ നിലപാട് അറിയിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള വാദപ്രതിവാദങ്ങൾ ഇന്ന് ഹൈക്കോടതിയിൽ നടക്കും. അതുമാത്രവുമല്ല, ഈ CMR ജീവനക്കാരുടെ ഹർജി പരിഗണിക്കുന്നത്, അതായത് ഈ മാസപ്പടി ഇടപാടിൽ ED അന്വേഷണവുമായി സംബന്ധിച്ച് അന്വേഷണം നടത്തിക്കൊണ്ട് തങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് നിലവിൽ CMR കോടതിയെ സമീപിക്കുന്നത്. ഇതിൽ EDയുടെ വാദഗതികൾ അടക്കം. ശരി രേഷ്മ, എന്തായാലും ഇത് സംബന്ധിച്ച മറ്റ് വിശദാംശങ്ങൾ, ഹർത്താലിന്റെ വാർത്ത നേരത്തെ തലക്കെട്ടിൽ തന്നെ വന്നതാണ്. ചെല്ലാനത്തെ ഹർത്താൽ എന്തായാലും തീരദേശ പാത ഉപരോധിക്കുകയും ചെയ്യുകയാണ്. ഇതും പിന്നെ ഹൈക്കോടതിയിലെ വാർത്തകളും. എന്തായാലും എന്റെ വിശദാംശങ്ങളുമായി രേഷ്മ പിന്നീടെത്തും. ഇനി ദസ്നയിലേക്കാണ്, കോഴിക്കോട് എന്ന ദസ്ന. വെരി ഗുഡ് മോർണിംഗ്. ആദ്യം തന്നെ അഭിനന്ദനം. മനോഹരമായ പാക്കേജുകളായിരുന്നു. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മദിനത്തിൽ ഞങ്ങൾ തന്നെ എന്താണ് രോമാഞ്ചം കൊണ്ടിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഞങ്ങളെ ഒരിക്കൽ കൂടി വായിച്ചൊരു അനുഭവം. ഗംഭീരമായി, നല്ല തുടക്കം. ഗുഡ് മോർണിംഗ്. അപ്പൊ എന്താണ് കോഴിക്കോട്ട് നിന്ന് മറ്റുള്ള വാർത്തകൾ? പ്രദീപ്, ഗുഡ് മോർണിംഗ്. ആദ്യമായി തന്നെ വളരെയധികം നന്ദി പറയുന്നു. ആ പാക്കേജിന് പിന്നിൽ പ്രവർത്തിച്ച ക്യാമറമാനും എഡിറ്ററും ഒക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് കോഴിക്കോട് റീജിയണിൽ പ്രധാനമായും എടുത്തു പറയേണ്ട സംഭവം എന്ന് പറയുന്നത്, നമുക്ക് കാസർഗോഡ് നിന്ന് തന്നെ തുടങ്ങാം. കാസർഗോഡ് ഇന്നലെ ഒരു സ്കൂളിൽ ജനറേറ്റർ ശ്വസിച്ച് കുട്ടികൾക്ക് ശ്വാസതടസ്സമുണ്ടായ സംഭവത്തിൽ ഇന്ന് റിപ്പോർട്ട് നൽകും. ഇതുമായി ബന്ധപ്പെട്ട സംഭവമാണ് കാസർഗോഡ് ഉള്ളത്. അതോടൊപ്പം തന്നെ പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയുകയാണെങ്കിൽ കേന്ദ്രമന്ത്രിമാരുടെ സന്ദർശനമുണ്ട്. ജോർജ് കുര്യൻ അടക്കമുള്ള ജോർജ് കുര്യൻ രാവിലെ തന്നെ സന്ദർശനത്തിനെത്തും. പാലക്കാട് സന്ദർശിക്കും. വിവിധ സ്ഥലങ്ങളിൽ സന്ദർശനം ഉണ്ടാവും എന്നൊരു വിവരമാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സുരേഷ് ഗോപിയും വൈകുന്നേരം പാലക്കാട് എത്തും എന്നൊരു കാര്യമാണ് നമുക്ക് ഇന്ന് പാലക്കാട് ജില്ലയിൽ നിന്നും അറിയാൻ സംബന്ധിച്ചിട്ടുള്ളത്. കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം രാവിലെ തന്നെ 2 തീപിടുത്തങ്ങൾക്കാണ് കോഴിക്കോട് ജില്ല സാക്ഷ്യം വഹിച്ചത്. അവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട അതിന്റെ ഫോളോ അപ്പും രാമനാട്ട് കര നഗരസഭാ പരിധിയിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന സംഭവമുണ്ട്. ഇത്തരത്തിൽ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരും എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് നഗരസഭാ പരിധിയിൽ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ചില ഫോളോ അപ്പുകളാണ് കോഴിക്കോട് റീജിയനിൽ നിന്ന് നമുക്ക് ഇന്ന് ഉള്ള വാർത്തകളിൽ പ്രധാനം.